വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ സീസ് ഫയറിന് വേണ്ടി യാചിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ടോം കൂപ്പർ അറിയിച്ചിരിക്കുന്നത്. NDTVയുമായി നടത്തിയ ഇന്റർവ്യൂവിലാണ് ടോം കൂപ്പർ ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യ നടത്തിയ ശക്തമായ ആക്രമണം, പ്രത്യേകിച്ച് കിരാന ഹിൽസിൽ ഇന്ത്യ നടത്തിയ ആക്രമണമാണ് പാകിസ്ഥാനെ ഒരു സീസ് ഫയർ യാചിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചത് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ വിജയിച്ചതിന്റെ യഥാർത്ഥ കാരണം അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ എടുത്തു പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിശദീകരിച്ചു പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ കിരാന ഹിൽസിൽ നടത്തിയ സ്ട്രൈക്കാണ്, ഹിറ്റാണ് പാകിസ്ഥാനെ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചത് എന്നാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ സ്റ്റോറേജിന്മേൽ, അല്ലെങ്കിൽ കിരാന ഹിൽസിൽ പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്ന ആണുആയുധങ്ങളുടെ മേൽ നടത്തിയ ആക്രമണം ഇന്ത്യൻ എയർഫോഴ്സ് നിഷേധിച്ചിരുന്നു. അതിന്റെ കാരണമില്ല എന്നും ഈ ഒരു ആക്രമണത്തിന് എല്ലാ തെളിവുകളും അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇന്ന് നാം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിൽ നടത്തിയ കിരാന ഹിൽസ് സ്ട്രൈക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കിരാന ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാന്റെ സർഗോദ എയർബേസിന് സമീപത്തായാണ്. നമുക്കറിയാം, പാകിസ്ഥാന്റെ F-16 ഫൈറ്റർ എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ സർഗോദ എയർബേസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പാകിസ്ഥാന്റെ F-16 ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് ഡ്യുവൽ കേപ്പബിലിറ്റി ഉണ്ട്. അതായത് പാകിസ്ഥാന്റെ അണ്വായുധങ്ങൾ, ന്യൂക്ലിയർ ബോംബ് വഹിക്കാനുള്ള ബാധ്യത കൂടി, ചുമതല കൂടി ഈ F-16 ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് വഹിച്ചു പോരുന്നത്. ഈ സർഗോദ എയർബേസിന്റെ തൊട്ടടുത്തായാണ് ഈ പറയുന്ന കിരാന ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ 1998 അണ്വായുധ രാജ്യമായതാണ്. 1998 ചഖലിലാണ് അണ്വായുധം പരീക്ഷിച്ചത്. അതിന് പാകിസ്ഥാന്റെ അണ്വായുധ ശേഖരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് കിരാന ഹിൽസിലാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് സയന്റിസ്റ്റ് ഇത് പുറത്തു പറയുന്നു. ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയന്റിസ്റ്റുകളും ഇത് തന്നെയാണ് പറയുന്നത്. സെന്റർ ഫോർ ആംസ് കൺട്രോൾ ആൻഡ് പ്രൊലിഫറേഷനും ഇത് തന്നെയാണ് പറയുന്നത്. പാകിസ്ഥാൻ കിരാന ഹിൽസിലാണ് അവരുടെ ന്യൂക്ലിയർ വെപ്പൺ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന്. ഈ ന്യൂക്ലിയർ വെപ്പൺ സൂക്ഷിച്ചിരിക്കുന്ന കിരാന ഹിൽസിൽ ഇന്ത്യ നടത്തിയ ആക്രമണം പാകിസ്ഥാനെ ഭയചകിതരാക്കി. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇത് ഡിനേ ചെയ്യുന്നത്, സമ്മതിക്കാതെ ഇരിക്കുന്നത് എന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ടോം കൂപ്പർ ശക്തമായി തന്നെ പറയുന്നു, ഇന്ത്യ ശക്തമായ ഒരു ആക്രമണമാണ് ഈ കിരാന ഹിൽസിൽ നടത്തിയത് എന്ന്. അതിന് അദ്ദേഹം നിരവധി തെളിവുകളും പുറത്തു വിടുന്നുണ്ട്, വീഡിയോകൾ, അതുപോലെ തന്നെ ആ ഒരു സാറ്റലൈറ്റ് ഇമേജുകൾ. അതുപോലെ കിരാന ഹിൽസിൽ തന്നെയാണ് പാകിസ്ഥാൻ ന്യൂക്ലിയർ വാർഹെഡ്സ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിന് തെളിവായി ബാലിസ്റ്റിക് മിസൈൽ കാരിയറുകൾ ഈ ഒരു കിരാന ഹിൽസിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നതും അദ്ദേഹം എടുത്തു പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഷഹീൻ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുകയുണ്ടായി. ഈ ഷഹീൻ ബാലിസ്റ്റിക് മിസൈലിനെ ഇന്ത്യ ഷൂട്ട് ഡൗൺ ചെയ്തു, വെടിവെച്ച് വീഴ്ത്തി. അതിനുശേഷമാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കിരാന ഹിൽസ് ആക്രമണം പദ്ധതിയിടുന്നത്. ഇതിനൊരു വേറൊരു കാരണം കൂടിയുണ്ട്. ന്യൂക്ലിയർ ബോംബ് പുറത്തെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ഭീഷണി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ മുഴക്കിയിരുന്നു. അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ഇനി ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പാകിസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രം പാകിസ്ഥാൻ മെനയുന്നുണ്ടായിരുന്നു. എങ്ങനെയെന്നാൽ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ ചെറിയ ഒരു പ്രയോഗം, അല്ലെങ്കിൽ ഒരു ഡിപ്ലോയ് ചെയ്താൽ പോലും ലോകരാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടും. ഇനിയൊരു യുദ്ധം ഇന്ത്യക്ക് അസാധ്യമായി തീരും പാകിസ്ഥാന് മേൽ. ഇങ്ങനെ ഒരു പദ്ധതി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അതിന് തെളിവായി ഈ മെയ് 10, 2025 പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അണ്വായുധ ഡിപ്പാർട്ട്മെന്റിന്റെ ലീഡേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചിരുന്നു. തീർച്ചയായും ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ എങ്കിലും പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ പദ്ധതി തയ്യാറാക്കി ഇന്ത്യക്കെതിരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തതിന് ശേഷം വളരെ പെട്ടെന്നാണ് ഇന്ത്യ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്. ആദ്യമായി ഇന്ത്യ റഡാർ സ്റ്റേഷനുകൾ ആക്രമിക്കുന്നു. അതിനുശേഷം കിരാന ഹിൽസിന്റെ 2 എൻട്രൻസുകൾ തകർത്ത് കളയുന്നു. കിരാന ഹിൽസിന്റെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഈ എൻട്രൻസുകൾ തകർത്തോടുകൂടി ഇത്തരം ന്യൂക്ലിയർ വാർഹെഡ്സ് പുറത്തെടുക്കാനോ ഡിപ്ലോയ് ചെയ്യാനോ ഒന്നും സാധിക്കാത്ത തരത്തിൽ പാകിസ്ഥാൻ ജാമായി പോകുന്നു. അവിടെ ഇന്ത്യ റഫേൽ ഫൈറ്റർ ജെറ്റുകൾ, ജാഗ്വാർ വിമാനങ്ങൾ, അതുപോലെ തന്നെ ബ്രഹ്മോസ് മിസൈലും അവിടെ പ്രയോഗിച്ചിരുന്നു. ഏറ്റവും കുറഞ്ഞത് 2 ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ ഇവിടെ പ്രയോഗിച്ചിരുന്നു. അതുപോലെ റാഫേൽ ഉപയോഗിച്ച് സ്കാൽപ്പ് മിസൈലുകളും
ജോഹാർ ഉപയോഗിച്ച് റാംപേജ് മിസൈലുകളും ഇന്ത്യ കിരാന ഹിൽസിൽ പ്രയോഗിച്ചിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഭയപ്പെട്ടത്. കാരണം അവർ അത്ര സെക്യൂറായി സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസിൽ സൂക്ഷിച്ചിരുന്ന അവരുടെ ന്യൂക്ലിയർ വാർ ഹെഡ്സ് അവർക്ക് പുറത്തെടുക്കാനോ ഡിപ്ലോയ് ചെയ്യാനോ ഒന്നിനും സാധിച്ചില്ല. കാരണം ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസിന് യാതൊരു കേടുപാടുകളും വരുത്താതെ തന്നെ പാകിസ്ഥാൻ അണ്വായുധം സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസിന്റെ എല്ലാ വഴികളും ഇന്ത്യ ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ നശിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ചെക്ക്മേറ്റ് ചെയ്യപ്പെട്ടത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി തന്നെയാണ്. ന്യൂക്ലിയർ വെപ്പൺസിന്റെ സുരക്ഷിതമായ സംരക്ഷണം, അതുപോലെ തന്നെ റാപ്പിഡ് ഡിപ്ലോയ്മെന്റ് എന്നിവയിലെല്ലാം വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇന്ത്യ ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ഇതിന് നിരവധി തെളിവുകളാണ് ഈ പറയുന്ന ടോം കൂപ്പർ നൽകിയിരിക്കുന്നതും. അദ്ദേഹം വീഡിയോഗ്രാഫ്, സാറ്റലൈറ്റ്സ് എന്നിവയെല്ലാം ഉദ്ധരിച്ചു പറയുന്നു. അതോടൊപ്പം 2017 ശേഷം പാകിസ്ഥാൻ ഈ പറയുന്ന കിരാന ഹിൽസിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു എന്നും അവിടെ ഇന്ത്യ നടത്തിയ അറ്റാക്ക് എന്ന് പറയുന്നത് തീർച്ചയായും ഈ പറയുന്ന ന്യൂക്ലിയർ ആയുധം പാകിസ്ഥാൻ ഉപയോഗിക്കാതെ ഇരിക്കാൻ വേണ്ടി തന്നെയാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. കൂടാതെ ടോം കൂപ്പർ എന്ന പ്രസിദ്ധനായ ഹിസ്റ്റോറിയൻ പറയുന്നത് എന്തെന്നാൽ അദ്ദേഹത്തിന് നിരവധി കണക്ഷൻസ് പാകിസ്ഥാനിലുണ്ട്, അദ്ദേഹത്തിന് ഫ്രണ്ട്സ് ഉണ്ട്, സ്പൈ ഉണ്ട്. അവരുടെ പേരൊന്നും അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരിൽ നിന്നെല്ലാം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്നാണ്. ഇവിടെ നാം ചർച്ച ചെയ്യേണ്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ ഒരിക്കലും ഇന്ത്യൻ എയർഫോഴ്സ് ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അറിയില്ല കിരാന ഹിൽസിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വാർഹെഡ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നാണ് ചിരിച്ചുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് മേലധികാരികൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചത്. ഇതിന് ഇന്ത്യ പ്രതികരിക്കാത്തതിന്റെ പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ലോകം അറിയരുത് എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ഫ്യൂച്ചർ ഓപ്പറേഷനുകളെ ബാധിക്കും. അതുതന്നെയാണ് സ്ട്രാറ്റജിക് ആംബിക്വിറ്റി. ഇന്ത്യക്ക് ഇങ്ങനെ ഒരു കപ്പാസിറ്റി, പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെതിരെ നീങ്ങാൻ എല്ലാ ലോക രാജ്യങ്ങളും തന്നെ തയ്യാറാകും. അതിനാൽ തന്നെ ഇതൊരു സ്ട്രാറ്റജിക് ആംബിക്വിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത് മറച്ചു വെക്കുന്നത്. അവോയ്ഡിങ് ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റിക് ബാക്ക്ലാഷ്, അതായത് ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പണ് മേൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ആക്രമിച്ചു, അതിലൂടെ വളരെ വലിയ ന്യൂക്ലിയർ എഫക്റ്റുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് നടന്നതുപോലെ തന്നെയുള്ള എഫക്റ്റുകൾ ലോകത്തിന് സംഭവിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് എതിരായി തിരിയും. ഇന്ത്യ എപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ചെയ്യുന്നത് എന്തെന്നാൽ ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ എന്ന രീതിയിലാണ്. കാരണം ന്യൂക്ലിയർ ആണവായുധ ശക്തി ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ പോലും അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് മെച്യൂരിറ്റിയോട് കൂടി തന്നെയാണ് ഇന്ത്യ ഈ ന്യൂക്ലിയർ എനർജിയെ, ന്യൂക്ലിയർ പവറിനെ, ന്യൂക്ലിയർ വെപ്പൺസിനെ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഈ ഒരു ആക്രമണം ഇന്ത്യ സമ്മതിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന കിരാന ഹിൽസിൽ ഇന്ത്യ ആക്രമിച്ചു, അല്ലെങ്കിൽ കിരാന ഹിൽസിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇന്ത്യ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക. ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടി ന്യൂക്ലിയർ ആയുധങ്ങളെ കൈകാര്യം ചെയ്യുകയില്ല എന്നൊരു ധ്വനി ലോകരാജ്യങ്ങൾക്ക് വരും. അങ്ങനെ വരാതിരിക്കാനാണ് ഇന്ത്യ ഈ കാര്യം സമ്മതിക്കാതെ ഇരിക്കുന്നത്. കാരണം ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ, പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോകരാജ്യങ്ങൾ ഇടപെടുകയും ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാൻ സമ്മതിക്കില്ല. ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ ആയുധമെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഭാവിയിൽ വന്നേക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇന്ത്യ ഇത് സമ്മതിക്കാതെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് സമ്മതിക്കാതെ ഇരിക്കുന്നതിലൂടെ ഇന്ത്യ ചെയ്യുന്നത് ഡിനൈ ദി ഓപ്പറേഷൻ ഷീൽഡ്സ് ആണ്. ഇതിലൂടെ ഇന്ത്യ എങ്ങനെയാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത്? ഈ ഒരു കാര്യം ഇന്ത്യ വിജയിപ്പിച്ചെടുത്തത് സിഗ്നൽ ഇന്റലിജൻസ്, ഹ്യൂമൻ ഇന്റലിജൻസ്, അതുപോലെ ഡ്രോൺസ്, സാറ്റലൈറ്റ്സ്, അങ്ങനെ നിരവധി സ്പൈ വർക്ക്, അങ്ങനെ നിരവധി കാര്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത്. ഇതിനൊരു കൗണ്ടർ ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കും, ഇതിനെതിരെ നീങ്ങാൻ പാകിസ്ഥാന് സാധിക്കും. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഈ സോഴ്സുകളെ എല്ലാം മുറിക്കാൻ പാകിസ്ഥാന്, ചൈനയ്ക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇന്ത്യ ഇത് സമ്മതിക്കാതെ ഇരിക്കുന്നത്. ഇത് തീർച്ചയായും ഇന്ത്യയുടെ പദ്ധതിയാണ്. കാരണം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താതിരിക്കുക എന്നതും യുദ്ധതന്ത്രം തന്നെയാണ്. യുദ്ധതന്ത്രങ്ങൾ വെളിപ്പെടുത്താനുള്ളതല്ല, യുദ്ധങ്ങൾ വിജയിച്ച് കാണിക്കാനുള്ളത് മാത്രമാണ്. അതിനാൽ തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയിച്ചിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ അവസാനിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ യാചിച്ചു. ആ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ എത്തിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിയാണ്, ഇന്ത്യയുടെ യുദ്ധതന്ത്രമാണ്, ഇന്ത്യയുടെ വിജയം തന്നെയാണ്. എല്ലാ ലോകരാജ്യങ്ങളുടെയും നാവടക്കിപ്പിക്കാനും ഈ യുദ്ധത്തിൽ വിജയിക്കാനും ഇന്ത്യക്ക് സാധിച്ചു. പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്ന അവരുടെ ആണവായുധങ്ങൾക്ക് മേൽ പോലും ആക്രമണം നടത്താൻ തക്ക ശേഷി ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ ബ്രഹ്മോസ് ഇന്ത്യ പ്രയോഗിച്ചു. ഇന്ത്യയുടെ റാഫേലും ജാഗറും തീ തുപ്പിയപ്പോൾ പാകിസ്ഥാൻ കിരാന ഹിൽസിൽ സൂക്ഷിച്ചിരുന്ന ന്യൂക്ലിയർ വെപ്പൺസ് പോലും ന്യൂട്രലായി പോയി, അല്ലെങ്കിൽ നിശ്ചലമായി പോയി, അല്ലെങ്കിൽ ഇന്ത്യ നിശ്ചലമാക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.